ഇബ്ലീസിൻ്റെ ഈമാൻ അല്ല മനുഷ്യൻ്റേത്. അതിഉഗ്രമായി കത്തിജ്വലിക്കുന്ന മനോഹരമായ പ്രതിഭാസമായ സ്വർഗത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തീയാൽ സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾക്ക് നരകം ജായിസും ഹറാമുമാണ്. സ്വർഗം വാജിബാണ്. അത് രണ്ടും രണ്ട് വ്യത്യസ്ത കടലുകൾ കൂടിച്ചേരാതെ നിലനിർത്തിയതുപോലെ മനുഷ്യൻ്റെ മനസ്സിൽ സ്വർഗത്തിൽ ഇബ്ലീസിനെ പ്രവേശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈമാൻ കൊണ്ട് സമ്പൂർണമായവരല്ല. ജായിസ്, ഫർള്, ഹറാം ഇവർക്കുള്ളൂ. ജായിസീങ്ങൾക്ക് നരകം ദുരിതമല്ല, ഹറാമികൾക്ക് നരകം ദുഷ്കരമാണ്. ഫർള് മാത്രം എടുക്കുന്നവർക്ക് സ്വർഗം നിർബന്ധമാണ്. അതുപോലൊരു ഫർളെടുത്ത് സ്വർഗത്തിൽ ഏകനായ ഇബ്ലീസ് സ്വർഗീയ പ്രവേശനം മലായികത്തിന് വിവരിക്കുകയായിരുന്നു സ്വർഗീയ ജീവിതം. അതിനിടയിൽ മനുഷ്യനെ അല്ലാഹു അതിഉഗ്രമായി കത്തിജ്വലിക്കുന്ന സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗീയ പ്രവേശനം നഷ്ടമായ ഇബ്ലീസ് അല്ലാഹുവിനോട് കേണപേക്ഷിച്ചു. ആദമിൻ്റെ മനസ്സിലേക്ക് ഫർള് മാത്രം എടുത്തു സ്വർഗത്തിൽ കയറിയ എന്നെ മനുഷ്യൻ്റെ മനസ്സിൽ ശൂന്യനാക്കു തമ്പുരാനെ. അങ്ങനെ കാരുണ്യവാനായ നാഥൻ അത് സ്വീകരിച്ചു. മനുഷ്യനെയും ജിന്നിനെയും രണ്ടു വ്യത്യസ്ത കടലുകളെ യോജിപ്പിച്ചു നിർത്തുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറാൻ അനുവദിച്ചു. അങ്ങനെ രണ്ട് വ്യത്യസ്ത കടലുകൾ പരസ്പരം അറിയാതെ യോജിച്ചതുപോലെ സ്വർഗീയ അനുഭൂതികൾ അറിയാതെ ഇബ്ലീസ് സ്വർഗത്തിലായി. മനുഷ്യൻ്റെ കരുണയും ക്ഷമയുമുള്ള ഈമാനിന് മങ്ങലേക്കാൻ സ്വർഗത്തിൽ നിന്ന് തന്നെ ഇബ്ലീസിൻ്റെ സ്വാധീനമുണ്ടായി. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആദമിന് സുജൂദ് ചെയ്യാത്തതുകൊണ്ട് ആദമേ, ഇന്ന് എനിക്ക് സ്വർഗീയ സാന്നിധ്യം നഷ്ടമായി. സ്വർഗത്തിലെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കണം എന്നർത്ഥം. ഇങ്ങനെ അവൻ്റെ ഷെറ് ഈമാനിൻ്റെ ഭാഗമാകുന്ന ക്ഷമയെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ക്ഷമ നഷ്ടപ്പെട്ട ആദമിന് സ്വർഗം ദുരിതമാകാതെയിരിക്കാൻ ഒരു സ്ഫോടനത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് ചുരുങ്ങിയ ഒരു ഭാഗം ഗാലക്സികളായി മാറി. അതിൽ സ്വർഗീയ പ്രതിഭാസം കെട്ടണഞ്ഞ ഒരു സിജിറാണ് ഭൂമി. സ്വർഗത്തിൽ സ്വർഗീയ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെയും കൂടെ നരകവാസികളായ കൂലിയും ശിക്ഷയുമില്ലാത്ത ജിന്നുകളെയും ശിക്ഷിക്കപ്പെടുന്ന ഹറാമികളായ ജിന്നുകളെയും റഹ്മത്തുല്ലിൽ ആലമിൻ്റെ ജന്മദിനത്തിന് മുന്നോടിയായി ഭൂമിയിലേക്ക് ഇറക്കി. കരുണയും ക്ഷമയുമുള്ള റഹ്മത്തുല്ലിൽ ആലമിൻ്റെ ഒരു സംസ്കാരം പഠിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കരുണയോടും ക്ഷമയോടും കൂടി ജീവിക്കുന്ന വിശ്വാസികളെ അറിഞ്ഞുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ദജ്ജാലികളൊഴികെ മനുഷ്യരിൽ നിന്നും ഭൂതവർഗത്തിൽ നിന്നും അല്ലാഹു അവസരം നൽകി. അല്ലാഹുവിൻ്റെ സർവ്വസൃഷ്ടികളോടുമുള്ള കരുണയും ക്ഷമയുമുള്ള സിദ്ധാന്തം മനസ്സിൽ ഗ്രഹിച്ചു ജ്വലിക്കാനും ഇരു കരങ്ങളിലും പ്രാവർത്തികമാക്കി ജ്വലിക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടെയാണ് നമുക്ക് നരകവും സ്വർഗവും സ്വർഗീയമായി ഉദിക്കുന്നത്. ഇന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഏതൊന്നിനെയാണ് നിഷേധിക്കുന്നത്? അബു മൈഷ, ACV എടക്കര.